ഒറ്റയടിക്ക് ഒരു എഴുതിത്തള്ളൽ അത് സാധ്യമായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടേനെ, എത്രയോ മനുഷ്യർ ഒരു മുഴം കയറിലേക്ക് ജീവിതം ചുരുക്കില്ലായിരുന്നു. അംബാനിക്കും അദാനിക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അവകാശം തീരെഴുതി കൊടുത്ത ഈ രാജ്യത്തെ പൂർണ്ണമായും കോർപ്പറേറ്റ് മുതലാളിമാർക്ക് എഴുതി കൊടുക്കുന്ന മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ ക്രൂരത ഇതാ അരങ്ങേറിയിരിക്കുകയാണ്. ഒരു പ്രമുഖ വ്യവസായി അദ്ദേഹം എടുത്ത വായ്പയുടെ തിരിച്ചടവിന്റെ 3/4 പങ്കും ഒറ്റയടിക്ക് അങ്ങ് എഴുതി തള്ളുക. ആഹാ, കേൾക്കുമ്പോൾ തന്നെ വിചിത്രമെന്ന് തോന്നും. പക്ഷേ ഇയാൾ മുൻ BJP MP കൂടെയാണെന്നുള്ളതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. മുൻ BJP രാജ്യസഭാ MPയും മാധ്യമ വ്യവസായിയുമായ സുഭാഷ് ചന്ദ്രയ്ക്ക് ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂണൽ അഥവാ NCLT നൽകിയ വിചിത്രവും നാണം കെട്ടതുമായ ഇളവാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഖത്തടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. 22,000 കോടി രൂപയുടെ ഭീമമായ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സുഭാഷ് ചന്ദ്ര ഇനി അടയ്ക്കേണ്ടത് കേവലം 6.5 കോടി രൂപ മാത്രം. അതായത് ബാങ്കുകൾക്ക് കിട്ടേണ്ട കടബാധ്യതയുടെ 99.97% ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതാക്കപ്പെടുകയാണ്. സുഭാഷ് ചന്ദ്രയുടെ തന്നെ സ്ഥാപനമായ വിവേക് ഇൻഫോകോണിന് വേണ്ടി എടുത്ത 170 കോടി രൂപയുടെ ലോൺ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്നാണ് ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് LCLTയെ സമീപിക്കുന്നത്. IBC നിയമപ്രകാരം കേസുകൾ പരിഗണിക്കുമ്പോൾ കടക്കാരൻ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിക്ക് വായ്പ നൽകിയ ധനകാര്യ സ്ഥാപനങ്ങൾ അംഗീകാരം നൽകിയാൽ അതിനാണ് മുൻഗണനയത്രേ. ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള 88% ധനകാര്യ സ്ഥാപനങ്ങളും സുഭാഷ് ചന്ദ്ര മുന്നോട്ട് വെച്ച തിരിച്ചടവ് പദ്ധതിയെ കണ്ണുമടച്ച് അംഗീകരിച്ചു. ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ബാങ്കുകൾ സ്വന്തം തുകയുടെ 99.97% വേണ്ടെന്ന് വെച്ച് ഭരണകക്ഷിയുടെ മുൻ MPയെ രക്ഷപ്പെടുത്തിയത് എന്ന ചോദ്യം അലയടിക്കുമ്പോൾ നമുക്കൊന്നുറപ്പിക്കാം, ഇത് സാമ്പത്തിക സുതാര്യതയല്ല, മറിച്ച് ബാങ്കിംഗ് തലപ്പത്തെയും ഭരണകൂടത്തിന്റെയും നഗ്നമായ കൂട്ടുകച്ചവടം തന്നെയാണ്. സാധാരണക്കാരൻ വായ്പ കുടിശ്ശിക വരുത്തിയാൽ അവന്റെ വീട്ടിലേക്ക് ജപ്തി നോട്ടീസുമായി ചെല്ലാനും ചെണ്ട കൊട്ടി തെരുവിലേക്ക് വലിച്ചെറിയാനും അധിക്ഷേപിക്കാനും മടിക്കാത്ത അതേ സംവിധാനങ്ങളാണ് BJPയുടെ നേതാക്കന്മാർക്ക് മുന്നിൽ നട്ടെല്ലില്ലാതെ മുട്ടുമടക്കുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് കോർപ്പറേറ്റുകളുടെ ഭീമമായ കടങ്ങൾ റൈറ്റ് ഓഫ് എന്ന സുന്ദരമായ പേരിട്ട് എഴുതിത്തള്ളുന്നത് ഇപ്പോൾ സ്ഥിരമായ കാഴ്ചയായി മാറുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തികളാണ് ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് ഇത്തരത്തിൽ തുടച്ചു നീക്കപ്പെട്ടത്. ഭരണകക്ഷിയുമായി ബന്ധമുള്ള വ്യവസായികൾക്ക് വായ്പകൾ യഥേഷ്ടം വാരിക്കോരി നൽകുക, അത് കുടിശ്ശികയാകുമ്പോൾ നിയമങ്ങളുടെ മറവിൽ അവരെ അപ്പടി രക്ഷപ്പെടുത്തിയെടുക്കുക, ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സുഭാഷ് ചന്ദ്രയുടെ മാത്രം കഥയല്ല. വിജയ് മല്യ കിങ്ഫിഷറിന്റെ പേരിൽ 9,000 കോടിയിലധികം രൂപയുടെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാതെ ലണ്ടനിലേക്ക് കടന്നപ്പോഴും കേന്ദ്ര സർക്കാരും അവരുടെ അന്വേഷണ ഏജൻസികളും നോക്കുകുത്തികളായി നിൽക്കുകയായിരുന്നു. തട്ടിപ്പുകാർക്ക് രാജ്യം വിടാൻ സൗകര്യമൊരുക്കുന്നതും പിന്നീട് കേസും CBIയും EDയും എന്ന് പറഞ്ഞ് നാടകം കളിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നതും ഈ ഭരണകൂടത്തിന്റെ സ്ഥിരം ശൈലിയാണ്. ബാങ്കിംഗ് തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന വിജയ് മല്യ കേസ് മാത്രം എടുത്താൽ മോദി സർക്കാർ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി കണ്ണടയ്ക്കുന്നതിന്റെ നേർചിത്രം നമുക്ക് മനസ്സിലാകും. സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തി നാടുവിട്ട ഇയാളെ ഇന്ത്യയിലേക്ക് നാടുകടത്തുന്നതിലും ചോദ്യം ചെയ്യുന്നതിലും കേന്ദ്ര സർക്കാർ കാണിച്ച തണുപ്പൻ മനോഭാവവും നിഷ്ക്രിയത്വവും വൻ വിമർശനങ്ങൾക്കിടയാക്കിയതാണ്. 2005 മല്യ തുടക്കം കുറിച്ച കിങ്ഫിഷർ എയർലൈൻസ് കടുത്ത സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് 2012 പ്രവർത്തനം നിർത്തിവെച്ചു. എയർലൈൻസിന് വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്നും എടുത്ത വലിയ തുകയുടെ വായ്പകൾ തിരിച്ചടയ്ക്കാൻ മല്യയ്ക്ക് സാധിച്ചില്ല. തുടർന്ന് ബാങ്കുകൾ നിയമ നടപടി സ്വീകരിച്ചതോടെ 2016 മാർച്ചിൽ അദ്ദേഹം ലണ്ടനിലേക്ക് കടന്നു കളഞ്ഞു. ഇന്ത്യ വിടുന്നതിന് തൊട്ടു മുൻപ് താൻ അന്നത്തെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ പാർലമെന്റിൽ വെച്ച് കണ്ടിരുന്നുവെന്നും ബാങ്കുകളുമായുള്ള കടം തീർപ്പാക്കൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നുവെന്നും മല്യ കോടതിക്ക് പുറത്ത് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞതോടെയാണ് ഇതിൽ BJPയുടെ പങ്ക് വ്യക്തമായത്. താൻ ലണ്ടനിലേക്ക് പോവുകയാണെന്ന കാര്യം ധനമന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും മല്യ അവകാശപ്പെട്ടു. അനൌദ്യോഗികമായി രഹസ്യ വിവരം നൽകിയോ എന്ന സംശയങ്ങൾക്ക് ബലം നൽകി. വിജയ് മല്യ വൻ തുക കടം വരുത്തിയിട്ടും ബാങ്കുകൾ അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് കണ്ടുകെട്ടാനോ
അറസ്റ്റ് ചെയ്യാനോ ഉള്ള നടപടികൾ കൃത്യസമയത്ത് സ്വീകരിച്ചില്ല. ബാങ്കുകൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലാണ് മല്യ രാജ്യം വിട്ടത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് ഏകദേശം 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട പ്രശസ്ത വജ്ര വ്യാപാരി നിരവ് മോദിയുടെ കേസ് നിലവിൽ നാടുകടത്തൽ നടപടികളുടെ അവസാന ഘട്ടത്തിലാണ്. 2018 തട്ടിപ്പ് പുറത്തായതോടെ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട നിരവ് മോദിയെ 2019 മാർച്ചിൽ ലണ്ടനിൽ വെച്ചാണ് ബ്രിട്ടീഷ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ലണ്ടനിലെ ജയിലിൽ കഴിയുന്ന നിരവിനെ ഇന്ത്യയിൽ എത്തിച്ച് നിയമ നടപടികൾക്ക് വിധേയമാക്കാനാണ് ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനായി UK കോടതികളിൽ ഇന്ത്യ ശക്തമായ വാദമുഖങ്ങൾ നിരത്തുകയും നിരവ് മോദിക്ക് ഇന്ത്യൻ ജയിലുകളിൽ മതിയായ സുരക്ഷയും ചികിത്സയും ഉറപ്പാക്കുമെന്ന കൃത്യമായ നയതന്ത്ര ഉറപ്പുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ജയിലുകളിലെ മോശം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നാടുകടത്തലിനെതിരെ നിരവ് മോദി നൽകിയ എല്ലാ നിയമപരമായ അപ്പീലുകളും UK ഹൈക്കോടതിയും തുടർന്ന് യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. നിയമപരമായ എല്ലാ വഴികളും അടഞ്ഞതോടെ നിരവ് മോദിയെ വിട്ടുകിട്ടാനുള്ള നടപടികൾ UK ഭരണകൂടത്തിന്റെ കേവലം അഡ്മിനിസ്ട്രേറ്റീവ് തീരുമാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ബാക്കി നിൽക്കുന്ന ചെറിയ ചില സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയായാലുടൻ നിരവ് മോദിയെ ഇന്ത്യയിലേക്ക് നാടുകടത്തുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കിയിട്ടുള്ള ഔദ്യോഗിക നിലപാട്. ഈ കേസിൽ ഭരണകക്ഷിയായ BJPയുടെ പങ്കിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. തട്ടിപ്പ് പുറത്തു വരുന്നതിന് തൊട്ടു മുൻപ് നിരവ് മോദിക്ക് രാജ്യം വിടാൻ BJP സർക്കാർ ഒത്താശ ചെയ്തുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനമാണ് ഇതിന് വഴിയൊരുക്കിയതെന്നും പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നു. 13,500 കോടിയിലധികം രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയ കേസിലെ മറ്റൊരു മുഖ്യപ്രതിയും പ്രമുഖ രത്ന വ്യാപാരിയുമാണ് മെഹുൽ ചോക്സി. റീറ്റെയിൽ ജ്വല്ലറി ശൃംഖലയായ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ ഉടമയായ ഇദ്ദേഹം നിരവ് മോദിയുടെ അമ്മാവനാണ്. തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വന്ന 2018 ജനുവരിയിൽ തന്നെ ചോക്സി ഇന്ത്യയിൽ നിന്നും മുങ്ങുകയായിരുന്നു. ഇന്ത്യ വിടുന്നതിന് തൊട്ടു മുൻപ്, അതായത് 2017 നിക്ഷേപത്തിലൂടെ കരീബിയൻ ദ്വീപായ ആന്റിഗ്വ ആൻഡ് ബാർബുഡയിലെ പൗരത്വം ചോക്സി സ്വന്തമാക്കിയിരുന്നു. ആന്റിഗ്വയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ 2025 ഏപ്രിലിൽ ചോക്സി ബെൽജിയത്തിൽ വെച്ച് അറസ്റ്റിലായി. ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകളും നിയമ പോരാട്ടത്തിന്റെയും ഫലമായി ബെൽജിയത്തിലെ ആന്റ്വെർപ്പ് കോടതി ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ഉത്തരവിട്ടു. തനിക്ക് ഇന്ത്യയിൽ സുരക്ഷയുണ്ടാകില്ലെന്ന ചോക്സിയുടെ വാദങ്ങൾ കോടതി തള്ളി. നാടുകടത്തൽ ഉത്തരവിനെതിരെ മെഹുൽ ചോക്സി ബെൽജിയം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി ആ അപ്പീൽ പൂർണ്ണമായി തള്ളി. അപ്പോൾ പറഞ്ഞു വരുന്നത്, പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റയിടാൻ ധൃതി കാണിക്കുന്ന അധികൃതർ ഒരിക്കലും പണക്കാരന്റെ അടുത്തേക്ക് പോകില്ല. അവിടെ എത്തുമ്പോൾ നിയമങ്ങൾ കൊണ്ട് പൊതിഞ്ഞൊരു കവചം അവർക്കായി പണിത് തീർക്കും. എന്നിട്ട് കൂട്ടുകച്ചവടം നടത്തി ഈ രാജ്യത്തെ ഇല്ലാതാക്കും. ബാങ്കുകളിൽ സാധാരണക്കാർ ചോര നീരാക്കി സമ്പാദിച്ചു കൂട്ടിയ നിക്ഷേപ പണമെടുത്ത് BJPയുടെ പ്രിയപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് വീതിച്ചു നൽകുന്ന ഈ പകൽ കൊള്ളയ്ക്കെതിരെ രാജ്യം ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു.